Yes, good morning everyone. നമ്മളിപ്പോൾ ആൻറ്റികോളിനർജി കഴിഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നത് അനാൽജസിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്നുകൂടി എടുക്കുക, നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് അനാൽജസിക് നിങ്ങളുടെ 50 മിനിറ്റിലെ സെക്കൻഡ് വണ്ണാണ് അനാൽജസിക്. ഇത് അനാൽജസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് അനാൽജസിക് നമ്മൾ കൊടുക്കുന്നത്. ടു റിലീവ് ദി പെയിൻ ആണ്. മെയിനായിട്ട് അനാൽജസിക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒപ്പിയോഡ് അനാൽജസിക്കും, ഒന്ന് നോൺ ഒപ്പിയോഡ് അനാൽജസിക്കും. ഈ ഒപ്പിയോഡ് അനാൽജസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏത് എക്സാമ്പിൾ വരാം, മോർഫിൻ. നോൺ ഒപ്പിയോഡ്സിലാണ് നമ്മുടെ ബാക്കിയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും NSAIDസും ഒക്കെ വരുന്നത്. അതിന് എക്സാമ്പിൾ പാരസിറ്റമോൾ, ഡൈക്ലോഫിനാക്ക്, ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അതൊക്കെ നോൺ ഒപ്പിയോഡ് അനാൽജസിക്കിലാണ് വരുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് ഒപ്പിയോഡ് അനാൽജസിക് അല്ലെങ്കിൽ നാർക്കോട്ടിക് അനാൽജസിക് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാൽജസിക് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് ഏജൻറ്റ്സ് വിച്ച് റിലീവ്സ് ദി പെയിൻ. പെയിൻ റിലീവ് ചെയ്യുന്നത് ഇറ്റ്സ് ബൈ ആക്ടിങ് സെൻട്രലി അല്ലെങ്കിൽ പെരിഫറലി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് നാർക്കോട്ടിക് അനാൽജസിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാർക്കോട്ടിക് അനാൽജസിക്സ് എല്ലാം അതിൻ്റെ അനാൽജസിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൻട്രലി ആക്ട് ചെയ്തിട്ടാണ്. മറ്റേ നോൺ ഒപ്പിയോഡ് അനാൽജസിക് ആണെങ്കിൽ പെരിഫറലി ആക്ട് ചെയ്തിട്ടാണ് അനാൽജസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒപ്പിയോഡ് അനാൽജസിക് എല്ലാം എന്താ പറയുക, അനാൽജസിയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒപ്പം നമുക്ക് സ്ലീപ്പ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, അപ്പോൾ നാർക്കോട്ടിക് ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സെൻട്രലി ആക്ടിങ് ആണ്. അതുകൊണ്ട് ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രലി ആക്ട് ചെയ്തത് കൊണ്ട് ഇത് കുറേ നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ഫോമിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ഇതുണ്ടാവുന്നത് കൊണ്ട് ഈ ഒപ്പിയോഡ് അനാൽജസിക്സ് പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദി വിഡ്രോവൽ സിംറ്റംസ്. ഓക്കെ, പിന്നെ ഈ ഒപ്പിയോഡ് ഡ്രഗ്സ് നമ്മൾ അനാൽജസിക്കിന് മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഹാവ് ന്യൂമറസ് അതർ യൂസ്ഫുൾ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർഫിൻ നമ്മൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സപ്രസ് കഫ് നമ്മൾ എന്താ പറയുക, ഇപ്പം അത് ബാൻ ചെയ്യുമെന്ന് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു കഫ് സിറപ്പ്, ഒരു മോർഫിൻ്റെ അനലോഗിൻ്റെ ഒരു കഫ് സിറപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ബാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഇൻ ഡയറിയ. ഡയറിയയിൽ അത് യൂസ് ചെയ്യാൻ കാരണം GATയുടെ മോട്ടിലിറ്റിനെ റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒപ്പിയോഡ് ഡ്രഗ്സ് ഡയറിയയിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ്സ് യൂസ്ഡ് ആസ് എ സെൻട്രലി ആക്ടിങ് അനാൽജസിയ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി അനസ്തേഷ്യ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അനാൽജസിക്കിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞത്. അപ്പോൾ നാർക്കോട്ടിക് അനാൽജസിക് എന്ന് പറയുന്നത്, നാർക്കോട്ടിക് അനാൽജസിക് മെയിനായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞത് സെൻട്രൽ ആക്ടിങ് ആണ്. അതേപോലെ തന്നെ ഇറ്റ്സ് അനാൽജസിക്കിനല്ലാതെ തന്നെ ഇത് വേറെ യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രലി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതർ സൈഡ് എഫക്ട്സുകളും പറയും. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷനിലാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 4,5 ഇപ്പോക്സിമോർഫിൻ ആണ് എക്സാമ്പിളാണ് മോർഫിനും കുഡീനും. പിന്നെ അടുത്തത് മോർഫിനൈൻസ്. മോർഫിനൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിന് 4 റിങ് ഉണ്ട്, അതിലൊരു റിങ് പോയി ബാക്കിയുള്ള സ്ട്രക്ചറും കൂട്ടി പറയുന്നതാണ് മോർഫിനാൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഡെക്സ്ട്രോമെത്തോർഫാൻ. ദെൻ തേർഡ് വൺ ബെൻസോമോർഫൻസ്, ആൻഡ് എക്സാമ്പിൾ പെൻഡോസോസിൻ. നമുക്ക് മോർഫിനാൻസിനെ കുറിച്ച് പഠിക്കാനില്ല കേട്ടോ. ബെൻസോമോർഫൻസ് എന്ന് പറയുന്നത് പെൻഡസോസിൻ. പെൻഡസോസിൻ എന്ന് പറയുന്നത് ഒരു അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ആണ്. അത് മെയിനായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് 4-phenyl piperidine and 4-anildopiperidine. Then fifth one diphenyl heptanes, example methadone hydrochloride, propoxyphene hydrochloride. Then last one miscellaneous tramadol. ഓക്കെ, അപ്പോൾ നമ്മൾ നാർക്കോട്ടിക് അഗോണിസ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്, അതായത് മോർഫിൻ അനലോഗ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ നാച്ചുറലി ഒപ്പിയോഡ്സും അല്ലെങ്കിൽ നാച്ചുറലി ഒപ്പിയോഡ് ഡ്രഗ്സും പിന്നെ സെമി സിന്തറ്റിക് മോർഫിൻ അനലോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലിപ്പോൾ സ്ട്രക്ചർ പഠിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ സ്ട്രക്ചറായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാർക്കോട്ടിക് അഗോണിസ്റ്റ് കഴിഞ്ഞു, അഗോണിസ്റ്റ് കഴിഞ്ഞു. അടുത്തത് നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 ഉള്ളത്. ഒന്ന് മിക്സഡ് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. അഗോണിസ്റ്റും ആണ് ആൻറ്റഗോണിസ്റ്റും ആണ്. അതിന് എക്സാമ്പിളാണ് നലോർഫിൻ, ദെൻ പെൻഡസോസിൻ. ദെൻ സെക്കൻഡ് വൺ പാർഷ്യൽ ഓർ വീക്ക് മ്യൂ അഗോണിസ്റ്റ്. മ്യൂ എന്ന് പറയുന്നത് ഒരു റിസപ്റ്റേഴ്സ് ആണ്, ഒപ്പിയോഡ് റിസപ്റ്റേഴ്സ് ആണ്, പ്ലസ് കാപ്പ ആൻറ്റഗോണിസ്റ്റ്. അത് നമ്മൾ തന്നെ വഴിയെ പഠിക്കും കേട്ടോ. അതിന് എക്സാമ്പിളാണ് ബിപ്രിനോർഫിൻ. ദെൻ തേർഡ് വൺ പ്യുവർ ആൻറ്റഗോണിസ്റ്റ്, അതാണ് നലോക്സോൺ. ഇതിൽ നമുക്ക് നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് നലോർഫിനും
നലോക്സോൺ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ പെൻഡോസോസിൻ നമ്മൾ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടല്ല പഠിക്കുന്നത്, അഗോണിസ്റ്റിലാണ് പഠിക്കുന്നത്. പക്ഷേ പെൻഡോസോസിൻ ഓൾസോ ഹാസ് ആൻ ആൻറ്റഗോണിസ്റ്റ് ആക്ടിവിറ്റി എന്ന് നമ്മൾ എഴുതിയിരിക്കണം. മെക്കാനിസം എഴുതണം. ഓക്കെ, അപ്പോൾ നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് മൂന്നെണ്ണുള്ളത്: മിക്സഡ് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്, പാർഷ്യൽ വീക്ക് മ്യൂ അഗോണിസ്റ്റ് ആൻഡ് കാപ്പ ആൻറ്റഗോണിസ്റ്റ്, ദെൻ പ്യുവർ ആൻറ്റഗോണിസ്റ്റ്. ഇതിൽ രണ്ടെണ്ണം പഠിക്കാനുള്ളത് നലോർഫിനും നലോക്സോണും. പെൻഡോസോസിൻ നമ്മൾ അഗോണിസ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ സ്ട്രക്ചറിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു മോർഫിൻ ക്ലാസിഫിക്കേഷൻ. അതിൽ രണ്ടെണ്ണം വരുന്നത് മോർഫിനും കൊഡീനും. അപ്പോൾ മോർഫിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ കൊഡീൻ എന്ന് പറയുന്നത് മിതോക്സി മോർഫിനാണ്. അതായത് OH ഗ്രൂപ്പ് ഇവിടുത്തെ OH ഗ്രൂപ്പ് മാറിയിട്ട് OCH3 വന്നു കഴിഞ്ഞാൽ കൊഡീനായി. ഓക്കെ, ഇനി അടുത്തതാണ് 4-ഫിനൈൽ പിപ്പിരിഡിൻ അല്ലെങ്കിൽ 4-അനിലിഡോ പിപ്പിരിഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കോമൺ സ്ട്രക്ചർ. ഇത് കോമൺ സ്ട്രക്ചർ പിപ്പിരിഡിൻ എന്ന് പറയുന്നതാണ് ഇത് ബെൻസീൻ റിങ്ങും എന്നും ബോണ്ട് ഇല്ലാത്തത്. അതാണ് പിപ്പിരിഡിൻ എന്ന് പറയുന്നത്. പിപ്പിരിഡിനും ഉണ്ട് 4-ഫിനൈൽ. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 4-ഫിനൈൽ പിപ്പിരിഡിൻ ആണ്. ഇതാണ് കോമൺ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ നമ്മൾ 6ന് പകരം ഒരു സ്ട്രക്ചർ വെച്ചിട്ട് 6നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് മെപ്പിരിഡിൻ. ഇവിടെ 6ന് പകരം CH3 ആണെന്നുണ്ടെങ്കിൽ മെപ്പിരിഡിനായി. അടുത്തത് ഡൈഫിനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡ്. ഈ 6ന് പകരം CH2 C6H5 twice CN വരുവാണെന്നുണ്ടെങ്കിൽ ഡൈഫിനോക്സിലേറ്റ്. ദെൻ അടുത്തത് അനിലിരിഡിൻ എന്ന് പറയുന്നത്. അത് 6ന് പകരം CH2 C6H5 NH2, അതായത് അനിലിനാണത് ബെൻസീൻ വിത്ത് NH2 വരുന്നത്. ഓക്കെ, പക്ഷേ ഇതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? ഈ 6 എന്നുള്ള സ്ഥലത്ത് ഫസ്റ്റ് പൊസിഷനിൽ. അപ്പോൾ ഈ 3ഉം 4-ഫിനൈൽ പിപ്പിരിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത 2 ഡ്രഗ് ലോപ്രമൈഡും ഫെൻഡാനൈൽ സിട്രേറ്റും. ലോപ്രമൈഡ് നമുക്ക് നല്ല കേട്ടുപരിചയം ഉണ്ടാവും. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ആൻറ്റി ഡയേറിയ. നമ്മൾ പറഞ്ഞു ഒപ്പിയോഡ് ഡ്രഗ്സിന് അനാൽജസിക് അല്ലാതെ ഒരു യൂസും കൂടെ ഉണ്ട്, ഡയേറിയയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതാണ് ലോപ്രമൈഡ്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നത് 4th പൊസിഷനിൽ ഫീനൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ പിപ്പിരിഡിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 4-ഫിനൈൽ പിപ്പിരിഡിന് എക്സാമ്പിളാണ്. ഇനി ഇവിടെ ഫെൻഡാനൈൽ സിട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ 4th പൊസിഷനിലെ C6H5 NH2 ഇതെന്ന് പറയുന്നത് അനിലിനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഏതായിരിക്കാം? 4-അനിലിഡോ പിപ്പിരിഡിൻ. 4-അനിലിഡോ പിപ്പിരിഡിൻ എക്സാമ്പിളാണ് ഫെൻഡാനൈൽ സിട്രേറ്റ്. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് പ്രൊപ്പോക്സിഫെൻ ഹൈഡ്രോക്ലോറൈഡ്. ഈ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒക്കെ ഒരു PDF ഫയൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നിങ്ങൾ സ്ട്രക്ചർ കൂടി പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് മെത്തഡോൺ ഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു മോർഫിനൻസ്, അത് നമുക്ക് പഠിക്കാനില്ല എന്ന് പറഞ്ഞു. പിന്നെയുള്ളത് ബെൻസോമോർഫിനാണ്. അതിന് എക്സാമ്പിളാണ് പെൻഡോസോസിൻ. നമ്മൾ പറഞ്ഞു പെൻഡോസോസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അഗോണിസ്റ്റും ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ആൻറ്റഗോണിസ്റ്റും. ഓക്കെ, മറക്കരുത്. ഇപ്പോൾ നാർക്കോട്ടിക് അഗോണിസ്റ്റ് കഴിഞ്ഞു. ഈ നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. അതിൽ രണ്ട് ഡ്രഗ് ഉള്ളൂ. ഇറ്റ് സിമിലർ ടു മോർഫിനാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റിന് എക്സാമ്പിളാണ് നലോക്സോണും നലോർഫിനും. നലോക്സോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർ ആൻറ്റഗോണിസ്റ്റ് ആണ്. നലോർഫിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ഡ് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. പെൻഡോസോസിൻ ഒരുമിച്ച് വരുന്നതാണ് നലോർഫിനും പെൻഡോസോസിൻ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ മോർഫിൻ ആണെങ്കിൽ OH ആണ്, പിന്നെ ഇവിടെ ആണെങ്കിൽ H ആണ്. ഇവിടെ അത് ഡബിൾ ബോണ്ട് വരുന്നു. നലോക്സിൻ ആണെങ്കിൽ, നലോർഫിൻ ആണെങ്കിൽ ഇവിടെ OH തന്നെ, പക്ഷേ ഇവിടെ H ആണ് മാത്രം. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അല്ല ഇൻട്രൊഡക്ഷൻ, എന്താണ് ഒപ്പിയോഡ് അനാൽജസിക് എന്ന് പഠിച്ചു, അതിൻ്റെ കോമൺ ആക്ഷൻസ് പഠിച്ചു, അതിനുശേഷം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിനുശേഷം അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിസം പറയാണ്. അപ്പോൾ എന്തിൻ്റെയും മെക്കാനിസം പഠിക്കുമ്പോൾ അതിൻ്റെ റിസപ്റ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒപ്പയുടെ റിസപ്റ്റേഴ്സ് മെയിനായിട്ട് 3 ഉള്ളത്.
നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അതിന് സബ് ഡിവിഷൻസ് കുറേ ഉണ്ട്. ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിന് കുറേ ഇല്ല, എന്നാലും കുറച്ചുണ്ട്. നമുക്കതൊന്നും ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 ഉള്ളത്. മ്യൂ റിസപ്റ്റേഴ്സ്, ഡെൽറ്റ റിസപ്റ്റേഴ്സ്, കാപ്പ റിസപ്റ്റേഴ്സ്. ഓക്കെ, മ്യൂ റിസപ്റ്റേഴ്സ്, ഡെൽറ്റ റിസപ്റ്റേഴ്സ്, കാപ്പ റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 റിസപ്റ്റേഴ്സും നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും പെരിഫറൽ ടിഷ്യൂസിലും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൻ്റെ സെൻട്രലും പെരിഫറൽ ഡിസ്ട്രിബ്യൂഷനും ഭയങ്കര കോംപ്ലക്സ് ആണ്, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ ഒരു ഡ്രഗ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബൈൻഡിങ് ടു ദി മൾട്ടിപ്പിൾ റിസപ്റ്റേഴ്സ് സബ് ടൈപ്സ്. അതായത് ഒരെണ്ണത്തിൽ മാത്രമല്ല, ഇത് പല റിസപ്റ്റേഴ്സിലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒപ്പിയോയിഡ് അനാൽജസിക് കഴിക്കുമ്പോൾ നമുക്ക് കുറേ സൈഡ് എഫക്റ്റുകൾ വരാൻ മെയിൻ റീസൺ കാരണം ഇതാണ്. അതായത് ഒരു ബൈൻഡിങ്, ഇതിന് കറക്റ്റായിട്ടൊരു ബൈൻഡിങ് സൈറ്റ് ഇല്ല. അതിന് കാരണം ഇതാണ്, റിസപ്റ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൽ എങ്ങനെയാണ് നമ്മുടെ ഒപ്പിയോയിഡ് അനാൽജസിക് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒപ്പിയോയിഡ് അനാൽജസിക് മോർഫിൻ കഴിച്ചു നേരെ പോയിട്ട് അതിൻ്റെ റിസപ്റ്റേഴ്സിൽ പോയിട്ട് അതിനെ ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ ആ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അഡിനിലേറ്റ് സൈക്ലേസിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ അഡിനിലേറ്റ് സൈക്ലേസ് ആണ് സൈക്ലിക് AMPനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അഡിനിലേറ്റ് സൈക്ലേസിൻ്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈക്ലിക് AMPയുടെ ഫോർമേഷനും കുറയും. ഈ സൈക്ലിക് AMP ആണ് പല നമ്മുടെ സെല്ലുലാർ പ്രോസസ്സിലും അത്യാവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് സൈക്ലിക് AMP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ പ്രോസസ്സിനെ നന്നായി ബാധിക്കും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൈക്ലിക് AMPൻ്റെ ഫോർമേഷൻ കുറഞ്ഞത് കാരണം കാൽഷ്യം ഇൻഫ്ലക്സ് കുറയും. അതായത് അതിൻ്റെ ഓപ്പണിങ് ഇൻഹിബിറ്റ് ആവും. അങ്ങനെ കാൽഷ്യം ഇൻഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലിൽ ഹൈപ്പർപോളറൈസേഷൻ നടക്കും. നെർവ് സെല്ലിന് ഹൈപ്പർപോളറൈസേഷൻ നടക്കും. ഹൈപ്പർപോളറൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് പെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് കുറയും. അങ്ങനെ നമുക്ക് പെയിൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ഒപ്പിയോയിഡ് അനാൽജസിക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പിയോയിഡ് അനാൽജസിക് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പിയോയിഡ് അനാൽജസിക് കഴിക്കുമ്പോൾ അത് അതിൻ്റെ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ആ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവും. ആ റിസപ്റ്റേറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് അഡിനിലേറ്റ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ അഡിനിലേറ്റ് സൈക്ലേസ് എന്ന് പറയുന്നത് സൈക്ലിക് AMPയുടെ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അഡിനിലേറ്റ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ആകുമ്പോൾ സൈക്ലിക് AMPയുടെ ഫോർമേഷനും കുറയും. അങ്ങനെ ഫോർമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഇൻഫ്ലക്സ് കുറയും. അങ്ങനെ കാൽഷ്യം ഇൻഫ്ലക്സ് കുറയുമ്പോൾ ഹൈപ്പർപോളറൈസേഷൻ നടക്കും. ഹൈപ്പർപോളറൈസേഷൻ നടക്കുമ്പോൾ പെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിന് എക്സാമ്പിളാണ് പെയിൻ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ആ ഗ്ലൂട്ടാമേറ്റ് കുറയും. അങ്ങനെ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒപ്പിയോയിഡ് ഡ്രഗ്സ് എങ്ങനെയാണ് അനാൽജസിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് 3 ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, മ്യൂ, കാപ്പ ആൻഡ് ഡെൽറ്റ. ഇനി ഈ റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് അറിഞ്ഞാൽ പിന്നെ ഓരോ ഡ്രഗ്സും ഏത് റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുന്ന കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്താൽ നമുക്ക് സുഖമായിരിക്കും. അപ്പോൾ ഈ 3 റിസപ്റ്റേഴ്സിൻ്റെയും ആക്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആക്ഷൻസ്. ഈ 3 റിസപ്റ്റേഴ്സിന് കോമൺ ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഒന്ന്, ഫസ്റ്റ് അനാൽജസിയെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഒപ്പിയോയിഡ് ഡ്രഗ്സ് ഈ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അനാൽജസിയെ പ്രൊഡ്യൂസ് ചെയ്യാം. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും, റെഡ്യൂസ്ഡ് GIT, മോട്ടിലിറ്റി ഉണ്ടാവും. ഇത് 3 റിസപ്റ്റേഴ്സിൽ നടക്കും. ഇനി അതിൽ എക്സെപ്ഷൻ കേസുകളാണ് പറഞ്ഞത്. അപ്പോൾ മ്യൂ റിസപ്റ്റേഴ്സിലും കാപ്പ റിസപ്റ്റേഴ്സിലും ഇതുകൂടാതെ അനാൽജസിയും റെസ്പിറേറ്ററി ഡിപ്രഷനും റെഡ്യൂസ്ഡ് GIT, മോട്ടിലിറ്റിയും കൂടാതെ ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ് സെഡേഷൻ, മയോസിസ്, ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. അപ്പോൾ സെഡേഷനും മയോസിസും ഫിസിക്കൽ ഡിപ്പെൻഡൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മ്യൂ റിസപ്റ്റേഴ്സും കാപ്പ റിസപ്റ്റേഴ്സുമാണ്. ഇനി ഇതുകൂടാതെ മ്യൂ റിസപ്റ്റേഴ്സ് ആണ് യൂഫോറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാപ്പ റിസപ്റ്റേഴ്സ് ആണ് ഡിസ്ഫോറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്പിയോയിഡ് അനാൽജസിക് എന്താന്ന് പറഞ്ഞു, അത് സെൻട്രലി ആക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സെൻട്രലി ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും സെൻട്രലി ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന് വേറെ യൂസസും ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു.
എന്നാണ് ആദ്യത്തിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ശേഷം സ്ട്രക്ചർ പറഞ്ഞു. സ്ട്രക്ചറിന് ശേഷം നമ്മൾ ഒപ്പിയോഡ് റിസപ്റ്റേഴ്സ് 3 ഉണ്ട്. ആ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒപ്പിയോഡ് ഡ്രഗ്സിൻ്റെ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് ഒപ്പിയോഡ് റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷൻസ്. ആ 3 റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷൻസ്. ഇനി നമ്മൾ പറയുന്നത് നേരിട്ട് തെറാപ്റ്റിക് യൂസസ് ആണ്. ഇപ്പോൾ 3 ആക്ഷൻസും മെക്കാനിസം നമുക്ക് അറിയുകയാണെങ്കിൽ തെറാപ്റ്റിക് യൂസസ് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന യൂസസ് എന്ന് പറയുന്നത് ഒന്ന് അനാൽജസിക്, then pre-anesthetic medication and suppression of cough and anti-diarrhea. Okay. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ കാര്യം പറയുന്നത് കൊഡീൻ ആണെങ്കിൽ മെയിനായിട്ട് കൊഡീൻ ആണ് കൊടുക്കുന്നത്, ആൻറ്റിടസീവ് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കഫ് സിറപ്പുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. കൊഡീൻ എന്ന് പറയുന്നത് ആൻറ്റിടസീവ് ആയിട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നത്. അതേപോലെ മെപ്പിരിഡിൻ ആണെങ്കിൽ ലോക്കൽ അനസ്തേഷ്യയിൽ കൊടുക്കുന്നുണ്ട്. അനിലിരിഡിൻ ആണെങ്കിൽ ലാബർ പെയിനിലൊക്കെയാണ് അനിലിരിഡിൻ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡൈഫിനോക്സിലേറ്റും ലോപ്രമൈഡും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആൻറ്റിഡയറിയയിൽ കൊടുക്കുന്നതാണ്. ഇതിന് അനാൽജസിക് എഫക്റ്റ് ഇല്ല. ലോപ്രമൈഡിനും ഡൈഫിനോക്സിലേറ്റും ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡൈഫിനോക്സിലേറ്റും ലോപ്രമൈഡാണ് ആൻറ്റിഡയറിയ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫെൻഡാനിൽ എന്ന് പറയുന്നത് നമ്മൾ സർജിക്കൽ അനാൽജേസിയ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സർജറിയിൽ അനസ്തേഷ്യയിൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫെൻഡാനിൽ. പിന്നെ മെത്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഡ്രഗ് അഡിഷൻ, ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാബിറ്റും ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഒക്കെ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് മെത്തഡോൺ കൊടുക്കുന്നുണ്ട് ടു മാനേജ് ദി ഡ്രഗ് അഡിഷൻ. പിന്നെ നമ്മൾ പെൻഡാസൂസിൻ നമ്മൾ പറഞ്ഞാൽ അഗോണിസ്റ്റും ആണ് ആൻറ്റഗോണിസ്റ്റും ആണ്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്യൂസസ് സിംറ്റംസ് ഓഫ് മാനിക്, അതായത് എന്താ പറയുക മെൻ്റൽ ഡിസോർഡേഴ്സിൽ വരുന്ന മാനിക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെറാപ്പറ്റിക് യൂസസ് കഴിഞ്ഞു. ഇനി അടുത്തത് മെക്കാനിസം. ഇത് കോമൺ ആണ്, എല്ലാതും മ്യൂ റിസെപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുന്നത്. മോർഫിൻ്റെ അനലോഗ്സ് എല്ലാം മ്യൂ റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ് അനാൽജസിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് പറയുന്നത് കൊഡീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം മോർഫിൻ ആണ്. അതിന് ലോ അഫിനിറ്റി ആണ് മ്യൂ റിസെപ്റ്റേഴ്സിലുള്ളത്. പിന്നെ മെപ്രിഡിൻ ആണെങ്കിൽ മ്യൂ റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തത് കൂടാതെ തന്നെ വേറെ ആക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻട്രാക്ട് വിത്ത് സോഡിയം ചാനൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീക്ക് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. ഇപ്പം മെപ്രിഡിനെ പോലെ തന്നെയാണ് പ്രൊപ്പോക്സിഫെൻ ഓൾസോ യൂസ്ഡ് ആസ് serotonin receptor inhibitors ആണ്, and it is also a potent nicotinic acetylcholine antagonist. അടുത്ത ഫെൻഡാനൈൽ എന്ന് പറയുന്നത് ഹൈലി ലിപ്പോഫിലിക് ആണ്. സോ ഇറ്റ് ക്രോസസ് ദി BBB then enters the CNS. അടുത്ത ലോപ്രമൈഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇറ്റ്സ് ആക്ട് ഓൺ ദി opioid receptors present in the intestine and also it inhibit the acetylcholine and prostaglandin release. Then അടുത്ത പെൻഡോസോസിൻ എന്ന് പറഞ്ഞാൽ കാപ്പ റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് അഗോണിസ്റ്റ് ആക്ഷൻ. ദെൻ മ്യൂ റിസെപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻ ആൻഡ് പാർഷ്യൽ അഗോണിസ്റ്റ് ആക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ നാർക്കോട്ടിക് അഗോണിസ്റ്റുകളെല്ലാം കഴിഞ്ഞു. നാർക്കോട്ടിക് അനാലിസിന് തെറാപ്പിക്കൽ യൂസസ്, അതിന് മെക്കാനിസം പറഞ്ഞു, അതിൽ ഓരോ ഇൻഡിവിജ്വലിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതും പറഞ്ഞു. ഓക്കെ, അടുത്തത് നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് ആണെങ്കിൽ മെയിനായിട്ട് രണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നലോർഫിനും നലോക്സോണും. നലോർഫിൻ ആണെങ്കിൽ അതായത് ആൻറ്റഗോണിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആണ്. മ്യൂ റിസെപ്റ്റേഴ്സിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നലോർഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് അറ്റ് മ്യൂ റിസെപ്റ്റേഴ്സിലെ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റും കാപ്പ റിസെപ്റ്റേഴ്സിലെ അഗോണിസ്റ്റുമാണ്. അതായത് നലോർഫിൻ പെൻഡാസോസിൻ്റെ പോലെ തന്നെ പാർഷ്യലി അല്ലെങ്കിൽ മിക്സ്ഡ് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ് ആണ്. അടുത്തത് നലോക്സോൺ എന്ന് പറയുന്നത് ഹൈ എഫിനിറ്റി ടു മ്യൂ റിസെപ്റ്റേഴ്സ് ദാൻ കാപ്പ റിസെപ്റ്റേഴ്സ്. കാപ്പയൊക്കെ കൂടുതൽ മ്യൂ റിസെപ്റ്റേഴ്സിലാണ് അതിന് എഫിനിറ്റി കൂടുതൽ. ഇനി ആൻറ്റഗോണിസ്റ്റുകളെല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മോർഫിൻ്റെ ഓവർഡോസോ അല്ലെങ്കിൽ ഒപ്പിയോഡ് ഡ്രഗ്സിൻ്റെ ഓവർഡോസോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആൻറ്റിഡോട്ടായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒപ്പിയോഡ് ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റുകൾ കുറേയുണ്ട്, റെസ്പിറേറ്ററി ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റുകൾ വരുമ്പോൾ അതിന് ആയിട്ടും നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്യാം. അപ്പോൾ റിവൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒപ്പിയോഡ് അനാൽജസിക് എന്താണെന്ന് പറഞ്ഞു, സെൻട്രലി ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു. സെൻട്രലി ആക്ടിംഗ് ആയതുകൊണ്ട് ഇത് വേറെ ആക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോയത് ക്ലാസിഫിക്കേഷനിലായിരുന്നു. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ഇത് സ്ട്രക്ചർ നോക്കി അതിനുശേഷം നമ്മൾ പിന്നെ നോക്കിയത് ഏതായിരുന്നു ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് മൂന്നെണ്ണമുള്ളത് മ്യൂ ഡെൽറ്റ കാപ്പ ഈ മൂന്നെണ്ണത്തിൻ്റെയും ആക്ഷൻസ് പറഞ്ഞു കോമൺ ആയിട്ട് മൂന്നെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള ആക്ഷൻസ് ആണെന്നാണ് അനാൽജസിയ റെസ്പിറേറ്ററി ഡിപ്രഷൻ പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ സപ്രഷൻ ഓഫ് കഫിലെ സപ്രഷൻ അങ്ങനെയാണ് അത് പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ കാപ്പയ്ക്കും മ്യൂനുമുള്ള ആക്ഷൻസ് സെപ്പറേറ്റുള്ള ആക്ഷൻസ് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഒപ്പിയോയിഡ് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ മെക്കാനിസം പറഞ്ഞു അപ്പോൾ ആദ്യം ഇത് റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യും അതിനെ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ അഡിനൈൽ സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കും അങ്ങനെ ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മുടെ സൈക്കിൾ ക്യാവിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും അതായത് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഇൻഫ്ലക്സ് കുറയും കാൽഷ്യം ഇൻഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ നെർവ് സെൽസിന് ഹൈപ്പോപോളറൈസേഷൻ നടക്കും ഹൈപ്പോപോളറൈസേഷൻ നടക്കുമ്പോൾ നമ്മുടെ പെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് പെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസും കുറയും അങ്ങനെയാണ് അനാൽജസിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് SAR ആണ് SAR പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മോർഫിൻ അനലോഗ്സിൻ്റെ SAR ആണ് പഠിക്കാനുള്ളത് അപ്പോൾ മോർഫിൻ അനലോഗ്സ് നമ്മളിപ്പോൾ പഠിച്ച ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു ഓരോരോ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ഫസ്റ്റത്തെ മോർഫിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ മോർഫിനൈൻസ് ബെൻസോമോർഫിനൈൻസ് ദെൻ 4-ഫിനൈൽ പിപ്പിരിഡിൻ ദെൻ പിന്നെ നമ്മൾ പഠിച്ച അത്രയുള്ള അല്ലേ അല്ല പിന്നെ തന്നെ ഹൈഡ്രോക്സി ഹെപ്റ്റൈനോ അപ്പോൾ ഓരോ ക്ലാസ് ഓഫ് ഡ്രഗ്സിൻ്റെയും എന്താ പറയുക കോമൺ SAR ഉണ്ട് ഇതിൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന പോയിന്റ്സ് അങ്ങനെയാണ് എഴുതിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് ഇതിൽ അയച്ചു തന്നിട്ടുണ്ട് അതിനുള്ള ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു കോമൺ ആക്ഷൻസ് ആണ് ഞാനിത് എഴുതിക്കണത് ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ സബ് ക്ലാസിൻ്റെയും SAR ഉണ്ട് അപ്പോൾ ഇതും അതും കൂടി മാച്ച് നോക്കിയിട്ട് അതിന് കോമൺ ആയിട്ടുള്ളതാണ് എല്ലാം കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാം അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് ഒരു 10 മാർക്കിൻ്റെ അസൈൻമെൻറ്റ് പോലെ വേണം എഴുതാൻ ഓക്കെ അപ്പോൾ SAR തുടങ്ങുമ്പോൾ മോർഫിൻ എന്ന് പറയുന്നത് നാല് റിംഗ് ഉണ്ട് നമ്മളിവിടെ മോർഫിനിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇത് A B C D E അങ്ങനെ 4 റിങ്ങാണുള്ളത് അതേപോലെ തന്നെ മോർഫിന് 5 കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട് ഈ മോർഫിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആണ് ലീവോ ഫോം ആണ് മോർഫിൻ്റെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോം പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് T ഷേപ്പാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മോർഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ഈ റിങ് മോർഫിൻ്റെ ഈ റിങ് പോയതാണ് മോർഫിനാൻസ് എന്ന് പറയുന്നത് മോർഫിൻസ് എന്ന് പറയുന്നത് മോർഫിൻ ആൻഡ് സി റിങ് പോയത് ഇതാണ് ബെൻസോമോർഫിൻ എന്ന് പറയുന്നത് loss of 4,5 epoxide and 7,8 double bond 7,8 double bond 7,8 double bond 4,5 epoxide loss ആയി കഴിഞ്ഞാൽ increased binding affinity കൂടുമെന്നുള്ളത് ഓക്കെ അപ്പോൾ മോർഫിൻ്റെ ഫിനോളിക് OHനെ മെത്തിലേഷൻ നടക്കുവാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി അനാൽജസിക് ആക്ഷൻ എത്തിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെസ് എഫക്റ്റീവ് ആണ് അസറ്റൈലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈലി ആക്റ്റീവ് ആണ് അസറ്റൈലേഷൻ കൊഡീൻ എക്സാമ്പിൾ കൊഡീൻ OCH3 ഫിനോളിക് OH മാറിയിട്ട് കൊഡീനായി മാറിയത് പിന്നെ അടുത്തത് ആൽക്കഹോളിക് OHൽ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് മോർ ആക്റ്റീവ് അതായത് ആൽക്കഹോളിക് OHൽ ഓക്സിഡേഷൻ നടക്കുവാണെങ്കിൽ ഇറ്റ് ഡിക്രീസസ് ദി പൊട്ടൻസി അങ്ങനെ ആൽക്കഹോളിക് OHൽ ഓക്സിഡേഷൻ നടന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ പേര് പറയാൻ പറ്റും ആലോചിച്ച് പറയാട്ടോ ഈ SAR എഴുതുമ്പോൾ ഓരോന്നിൻ്റെയും താഴെ അതിന് എക്സാമ്പിളായിട്ട് ആ ഡ്രഗിൻ്റെ സ്ട്രക്ചറോട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നന്നായിട്ട് വീഴും അപ്പോൾ നോക്കിയിട്ട് പരമാവധി പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ സ്ട്രക്ചറോട് വരച്ച് വയ്ക്കുക എക്സാമ്പിളായിട്ട് ഓക്കെ ഇനി 3ഉം 6ഉം അതായത് OH ഗ്രൂപ്പുകളിലെ മോർഫിൻ്റെ 2 OH ഗ്രൂപ്പ് അതാണ് 3ഉം 6ഉം എന്ന് പറയുന്നത് അത് ഡയാസിറ്റിലേറ്റഡ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് മോർ പൊട്ടൻറ്റ് പക്ഷെ അങ്ങനെ ഒരു ഡ്രഗിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനില്ല പക്ഷേ എക്സാമ്പിൾ ഉണ്ട് അടുത്തത് നമ്മൾ ഡബിൾ ബോണ്ടിലുള്ള മോഡിഫിക്കേഷൻ നടന്നാൽ എന്താണ് ഉണ്ടാവുന്നത് പറയാം അപ്പോൾ ഡബിൾ ബോണ്ട് 7ലും 8ലും ആ കൂടി ഒരു ഡബിൾ ബോണ്ടുള്ളൂ താഴത്തെ റിങ്ങിൽ അതായത് സി റിങ്ങിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളൂ അതാണ് 7ഉം 8ഉം അപ്പോൾ ആ ഡബിൾ ബോണ്ട് നമുക്ക് അനാൽജസിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എസെൻഷ്യൽ ഒന്നല്ല അപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിഡ്യൂസ്ഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഇൻക്രീസ്ഡ് ആക്ടിവിറ്റിയുമാണ് ഓക്കെ
ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് C14 ആൻഡ് C5. C5 എന്ന് പറഞ്ഞാൽ ഇപ്പോക്സൈഡിൻ്റെ വരുന്ന റിങ് വരുന്ന ഭാഗവും C14 എന്ന് പറയുന്നത് നമ്മുടെ എന്നില്ലേ എക്സ്ട്രാ വരുന്ന NCH3 ഗ്രൂപ്പ് ആ ഭാഗമാണ്. അപ്പോൾ C14 OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ പൊട്ടൻ്റ് ആക്ഷൻ. C14 OH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അതേതാണെന്ന് ഓർത്ത് വെക്കുക, ഓർക്കട്ടോ. അതേപോലെ തന്നെ C5 CH3 വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കോമ്പൗണ്ട് നമ്മൾ പഠിക്കണില്ല എന്നാണ് തോന്നുന്നു, ഇല്ല പഠിക്കണില്ല, ഓറലി എഫക്റ്റീവ് ഡ്രഗ് ആണ്. ഓക്കെ, അതിനടുത്തത് നമ്മുടെ N-methyl ഗ്രൂപ്പ്. N-methyl ഗ്രൂപ്പിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള പറയുന്നത്. അപ്പോൾ NCH3 മാറിയിട്ട് NH മാത്രമായിട്ട് വരികയാണെങ്കിൽ ഡിക്രീസ് ദി ആക്ടിവിറ്റി. ദെൻ NCH3ക്ക് പകരം ഹയർ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഡിക്രീസ് ദി ആക്ടിവിറ്റി. പക്ഷേ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ദി ആക്ടിവിറ്റി. ദെൻ NCH3 മാറിയിട്ട് N-alkene അല്ലെങ്കിൽ സൈക്ലോ ആൽക്കലിൻ ഇതേ ഗ്രൂപ്പ് വരുവാണെങ്കിൽ ആന്റഗോണിസ്റ്റ് ആക്ടിവിറ്റി. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആന്റഗോണിസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ആ ഒരു 2 ഡ്രഗ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും? നല്ലോർഫിനും നല്ലോക്സാണും. അതിൽ CH3 മാറിയിട്ട് അവിടെ വരുന്നത് CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അതിനടുത്തത് 4-ethyl ester ഒപ്റ്റിമൽ ഫോർ ആക്ടിവിറ്റി. അത് നമ്മൾ പറയുന്നത് മെപ്പിരിഡിൻ്റെ കാര്യത്തിലാണ്. മെപ്പിരിഡിൻ അല്ല, മെത്തഡോണും പ്രൊപ്പോക്സിഫിൻ്റെ കാര്യത്തിലാണ് 4-ethyl എസ്റ്ററിൻ്റെ ഒപ്റ്റിമൽ ആക്ടിവിറ്റി വരുന്നത്. അതിൽ തന്നെയാണ് ഡിക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ് ചെയിൻ ലെങ്ത് റെഡ്യൂസസ് ദി ആക്ടിവിറ്റി വരുന്നത്. പിന്നെ അടുത്തത് 4-piperidine കാർബൺ സബ്സ്റ്റിറ്റ്യൂഷൻ. 4-piperidine കാർബൺ സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് CH2OCH3 അല്ലെങ്കിൽ COOCH3 വരുവാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ദി പൊട്ടൻസി. ഇതിൽ വരുന്നതാണ് മെപ്പിരിഡിൻ, അനലിഡിൻ, ഡൈഫിനോക്സിലേറ്റ്, ലോപ്രമൈഡ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റിലും അഗോണിസ്റ്റിലും പഠിക്കാനുള്ളത്. അപ്പം നാർക്കോട്ടിക് അനാൽജസിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, ദെൻ കോമൺ റിസപ്റ്റേഴ്സ്, 3 റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ കോമൺ ആക്ഷൻ, അതേപോലെ കോമൺ ആയിട്ടുള്ള തെറാപ്പി യൂസസും കോമൺ ആയിട്ടുള്ള മെക്കാനിസം ആക്ഷനും, പിന്നെ അതിൻ്റെ SAR, പിന്നെ നാർക്കോട്ടിക് ആൻറ്റഗോണിസ്റ്റ് 2 ഉള്ളൂ. സിമ്പിളാണ്, മോർഫിൻ്റെ അതേ സ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.